Hello, I am Vinita. Welcome to Scrappy Zero Waste Bliss. Scrappy Zero Waste Bliss ജേണിയുടെ ഭാഗമായി നമ്മൾ ഇന്ന് ഒരു ഹാപ്പി കസ്റ്റമറെയാണ് പരിചയപ്പെടാൻ പോകുന്നത്. നമ്മുടെ ഡൈജസ്റ്റർ ഉപയോഗിച്ചിട്ടുള്ള ഫീഡ്ബാക്ക് നമുക്ക് അദ്ദേഹത്തോട് തന്നെ നേരിട്ട് ചോദിക്കാം. എൻ്റെ പേര് മൊയ്തീൻകുട്ടി പകടിയേരി. ഈ സ്ഥലത്തിൻ്റെ പേര് വായക്കിളി, തൂര് പഞ്ചായത്തിൽ 4-ാം വാർഡ്. പിന്നെ നമ്മളിപ്പോൾ ഈ വേസ്റ്റിൻ്റെ ബോക്സ് വെച്ചിട്ട് ഏകദേശം 3 വർഷം കഴിഞ്ഞു. പിന്നെ വീട്ടിലുണ്ടാകുന്ന എല്ലാ വേസ്റ്റുകളും അതിൻ്റെ പുറത്ത് നമ്മളത് ചെറിയ കടയും കൂടിയാണ്. അതിൽ തന്നെ പച്ചക്കറിയുടെ വേസ്റ്റും ഇതൊക്കെ നമ്മുടെ ഈ ബോക്സിൽ കൊടുത്ത് നിക്ഷേപിക്കും. പിന്നെ ഏകദേശം 3 മാസം ആകുമ്പോഴേക്കും ഒരു ബോക്സ് നിറഞ്ഞിട്ടുണ്ടാവും. അത് ശരിക്ക് അതിലെല്ലാ പൊടിയും അതിൽ ഇട്ടതിന് ശേഷം മൂടി വെക്കും. പിന്നെ അങ്ങനെ 3 മാസം ആകുമ്പോൾ മറ്റേ ബോക്സിൽ നിക്ഷേപിക്കും. അപ്പോഴേക്കും ഇതിൽ നല്ല വളമായി മാറുകയും മുമ്പ് നമ്മൾ ഈ മുറ്റമണിയൊക്കെ എടുക്കുന്നതിന് മുമ്പ് ഇവിടെ കുറച്ച് ചെടികളും ഇതൊക്കെ ഉണ്ടായിരുന്നു. ആ ചെടികൾക്കൊക്കെ പിന്നെ വളം ഇട്ട് കൊടുക്കും. അപ്പോൾ വളരെ ഉഷാറായിരുന്നു. പിന്നെ ഇപ്പോൾ എന്താ ചെയ്യണമെന്ന് ചോദിച്ചാൽ അതിലുള്ള വേസ്റ്റുകൾ പിന്നെ ഈ തെങ്ങിന് തന്നെ ഉപയോഗിക്കലാണ് ചെയ്യൽ. അപ്പോൾ ഒന്ന് നിറഞ്ഞ് അത് ഫുള്ളാകുമ്പോൾ നമ്മൾ ആ ഒരു തെങ്ങിന് ഇട്ട് കൊടുക്കും. പിന്നെ മറ്റേ അതേമാതിരി ഫുള്ളാകുമ്പോൾ അത് മറ്റേ തെങ്ങിന് ഇട്ട് കൊടുക്കും. അങ്ങനെയാണ് നമ്മൾ ഇതിൻ്റെ വളം ഉപയോഗിക്കൽ. പിന്നെ നമ്മളെപ്പോലെ കുറഞ്ഞ സ്ഥലമുള്ള ആളുകൾക്ക് ഇത് വളരെ ഉപകാരമാണ്. കാരണം നമ്മൾ ഈ വേസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും കൊണ്ടുപോയി എറിയേണ്ടതില്ല. ഒക്കെ ഇതിലേക്ക് നിക്ഷേപിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് വളമായി ഉപയോഗിക്കാൻ സാധിക്കുന്നു. വളരെ നല്ല രീതിയിൽ ഇത് പിന്നെ നമുക്ക് കിട്ടിയത് കൊണ്ട് വളരെ ഉപകാരമാണ്. നിങ്ങൾ തന്നെയാണോ ഇത് ഉപയോഗിക്കുന്നത്? ആ, ഞാനും ഭാര്യയും രണ്ടാളും കൊടുന്ന് നിക്ഷേപിക്കലുണ്ട്. വീട്ടിലെ എല്ലാവിധ പച്ചക്കറിയുടെ വേസ്റ്റും പച്ചക്കറിൻ്റെ വേസ്റ്റൊക്കെ അതിലിടും. പിന്നെ മീൻ നന്നാക്കിയ അങ്ങനെയുള്ള വേസ്റ്റുകളൊക്കെ അതിൽ കൊണ്ടുപോകും. വളം എടുത്തിട്ടില്ലേ? വളം എടുത്തിട്ടുണ്ട്. അത് പല തവണകളായിട്ട് ഏകദേശം 3 മാസം ആകുമ്പോഴേക്കും ഒരു ഇത് ബോട്ടിൽ നിറയും. അതിനുശേഷം എടുത്തിട്ട് നമ്മൾ കൃഷി പിന്നെ ചെടികൾക്കൊക്കെ ഇട്ട് കൊടുക്കും. പിന്നെ തെങ്ങിന് തന്നെ കാര്യമായിട്ട് ഇട്ട് കൊടുക്കും. ഇതിന് മുന്നേ വേസ്റ്റ് എന്താ ചെയ്തിട്ടുള്ളത്? മുമ്പൊക്കെ നമ്മളിങ്ങനെ ഓരോ സ്ഥലത്തേക്ക് ഒഴിവാക്കിയേന് ഇത് വരുന്നതിന് മുമ്പ്. ഇതേപോലെ വേറെ ഏതെങ്കിലും ഇത് ഉപയോഗിച്ചിട്ടുണ്ടോ? ഡൈജസ്റ്ററിന്റെ ഇതേപോലെ വളമായി കിട്ടുന്നതോ അല്ലെങ്കിൽ അതുപോലെ വേറെ എന്തെങ്കിലും? ഇല്ല, മുമ്പ് നമ്മൾ ഉപയോഗിച്ചിട്ടില്ല. നമ്മളിപ്പോൾ ഈ വീട് ഉണ്ടാക്കിയിട്ട് ഇപ്പോൾ ഏകദേശം ഒരു 8 വർഷമായിട്ടുള്ളൂ. 4 വർഷമായിട്ട് പുറത്തു കൂടെ ഒക്കെ ഒഴിവാക്കി കളയും. അതിന് ശേഷം ഇപ്പോൾ കിട്ടുമ്പോൾ ഇതിലേക്ക് തന്നെ മൊത്തത്തിൽ ഇപ്പോൾ ഈ ഇത് ഉപയോഗിച്ച് ഇപ്പോൾ 2-3 തവണകളായിട്ട് വേസ്റ്റ് എടുത്ത് വളം എടുത്തു എന്ന് പറഞ്ഞല്ലോ, വേസ്റ്റ് ഇട്ടതിന് ശേഷം. അപ്പോൾ ഒന്നിച്ചിട്ട് ഇപ്പോൾ നമ്മുടെ ഈ ഒരു ഡൈജസ്റ്റിനെ പറ്റിയിട്ട് എന്താ നിങ്ങൾക്ക് ഒന്നിച്ചുള്ളൊരു അഭിപ്രായം പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് എങ്ങനെയാണ് ഉപകാരപ്പെട്ടെന്ന് ഒരാൾ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എങ്ങനെയാണത്? തീർച്ചയായിട്ടും ഉപകാരം തന്നെയാണ്. നമ്മളിപ്പോൾ ഈ കുറഞ്ഞ സ്ഥലമല്ലേ നമ്മളെ സംബന്ധിച്ചോളം ഈ വേസ്റ്റൊക്കെ അവിടെ ഇവിടെ ഇട്ട് കഴിഞ്ഞാൽ അതുകൊണ്ട് പല ബുദ്ധിമുട്ടുകളും നമുക്ക് വരാറുണ്ട്. പിന്നെ ആരോഗ്യപരമായിട്ട് പല പ്രയാസങ്ങളുണ്ടാവും. ഇതുണ്ടാകുമ്പോൾ നമുക്ക് വളരെ ഉപകാരമാണ്. ഇനിയിപ്പോൾ എന്ത് മീൻ കാര്യമായിട്ട് ഇതുണ്ടാക്കുക, ഈ മീൻ നന്നാക്കണം, അല്ലെങ്കിൽ പച്ചക്കറി എന്തെങ്കിലുമൊക്കെ കേടുതന്നെ, അതൊക്കെ നമ്മൾ എന്ത് ചെയ്യും അതിലേക്ക് ഇടുമ്പോൾ നമുക്ക് വളരെ ഉപകാരമാണ്.